ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 128/2024 ഇന്നലെ 28-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന LD ക്ലർക്ക് കോട്ടയം കോഴിക്കോട് എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു എ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒറ്റയാനെ കണ്ടെത്തുക. നമുക്ക് 4 ഓപ്ഷൻസ് അങ്ങോട്ട് എഴുതാം. 6:38, 9:85, 11:123, 15:227 ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? 6ന്റെ വർഗം എത്രയാ? 36 ആണല്ലേ. അപ്പൊ 36നോടൊപ്പം 2 കൂട്ടിയാൽ എന്ത് കിട്ടും? 38 കിട്ടും. 9ഉം 85ഉം 9ന്റെ വർഗം എത്രയാണ്? 81 ആണ്. 81ന്റെ കൂടെ 4 കൂട്ടിയാൽ 85 കിട്ടും. 11ന്റെ വർഗം 121. 121നോടൊപ്പം 2 കൂട്ടിയാൽ 123. 15ന്റെ വർഗം 225. 225നോടൊപ്പം 2 കൂട്ടിയാൽ 227. അപ്പൊ ഇവിടെ ഒറ്റയാൻ ആരാണ്? 9:85. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. 168 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 9 ഗുണം 3 ഡിവൈഡഡ് ബൈ 2 ഗുണം 1 പ്ലസ് 12/4. ഇതുപോലെ ബ്രാക്കറ്റ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഗുണനം ഉണ്ട് എന്നാണ് കേട്ടോ. നമുക്ക് സോൾവ് ചെയ്യാം. അത് നമുക്ക് താഴെ നിന്ന് ചെയ്ത് തുടങ്ങാം. 4ഉം 12ഉം കൂടെ വെട്ടിക്കൂടെ? 4 ഗുണം 1 4, 4 ഗുണം 3 12 3 എന്ന് കിട്ടി. ഇനി ഈ 3 1 കൂടെ കൂട്ടാലോ നമുക്ക്. ഇപ്പം ഇങ്ങനെയല്ലേ കിട്ടിയേ? 1 + 3 എന്നാണ് കിട്ടിയത്. ഡിനോമിനേറ്ററിൽ 1 വന്നാൽ അത് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം 3 1 എത്ര വന്നു? 4 എന്ന് വന്നു. അപ്പം ഈ ബ്രാക്കറ്റിനകത്ത് എത്ര ടേം വന്നു? 4 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. പുറത്ത് എന്താ ഉള്ളേ? ഒരു 2 ഉണ്ട് അല്ലേ. അപ്പം 2 ഗുണം 4 നമുക്ക് എത്ര വന്നു? 8 എന്ന് കിട്ടി. അപ്പം ഇതേ ഡിനോമിനേറ്റർ നമുക്ക് എത്ര കിട്ടി? 8. ക്ലിയർ ആയല്ലോ? 3 1 4, 4 ഗുണം 2 8. ഇനി ന്യൂമറേറ്റർ കണ്ടുപിടിക്കാം. 168 അവിടെ തന്നെ നിന്നോട്ടെ. 168 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 9. 72നെ 9 ഹരിച്ചാൽ എത്ര കിട്ടും? 72/9 ചെയ്താൽ 9 ഗുണം 1 9, 9 ഗുണം 8 72. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 8 എന്ന് കിട്ടി. പുറത്തൊരു 3 കിടപ്പില്ലേ? 8 ഗുണം 3 എത്ര വരും? 24. അപ്പം 8 ഗുണം 3 24 എന്ന് കിട്ടി. എഴുതിക്കോ. ഇനി കൂട്ടുക, ഡിവൈഡ് ചെയ്യുക, ആൻസർ ആയി. 8 4 12, ശിഷ്ടം 1. 6ഉം 2ഉം 8, 8 1 9. ആ 1നെ ഇറക്കി എഴുതി. 192നെ 8 ഹരിച്ചോ. 8 ഗുണം 1 8, 8 ഗുണം 2 16. പോയിട്ട് ശിഷ്ടം എത്രയാ? 3 32 എന്ന് വരും. 8 ഗുണം 4 32. അപ്പം നമ്മുടെ ആൻസർ 24 എന്നാണ് കിട്ടിയത്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം കേട്ടോ. ഇതിങ്ങനെ മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആൻസർ എത്രയാണ്? 24. അടുത്ത ചോദ്യം നോക്കിക്കേ. മീഡിയൻ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. മീഡിയൻ കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്കോ വലുതിൽ നിന്നും ചെറുതിലേക്കോ എഴുതുക. ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. നമ്മുടെ ഉത്തരം ശരിയായിരിക്കും. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുന്നതാണ് നമുക്ക് എളുപ്പം. നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതി പോകാൻ കുറച്ചും കൂടെ സൗകര്യം അതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? എല്ലാവരുടെയും നമ്പർ ഏതാ? 6 അല്ലേ. അപ്പോൾ 6 നോക്കണ്ട. 6ന് ശേഷം വരുന്ന ചെറിയ സംഖ്യ നോക്കുക. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2 2 1 2 2 1. അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ്? 1 ആണ്. അപ്പം ഞാൻ എഴുതി 6.1. 1ന് ശേഷം വരുന്ന ചെറിയ സംഖ്യ ഏതാന്ന് നോക്കിക്കേ. ഇവിടെ 0 ആണല്ലേ. 0 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ 6.10 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. കഴിഞ്ഞില്ല. ഇവിടെ ഒരു 6.10 ഉണ്ട്, ഇവിടെ ഒരു 6.10 ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ചെറിയ സംഖ്യകളെ എഴുതി. അടുത്ത ചെറിയ സംഖ്യ ഏതാ? ഇവിടെ 6.18, ഇവിടെ 6.15. 15 ആണോ 18 ആണോ ചെറുത്? 15 ആണല്ലേ. 15 അല്ലേ 18നേക്കാളും ചെറുത്. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പം 6.15 എന്ന് എഴുതി. ഇതേ വട്ടം ഇട്ടു. അടുത്തത് 6.15 കഴിഞ്ഞാൽ പിന്നെ ആര് വരും? 6.18 വരും. അതും അങ്ങോട്ട് എഴുതിക്കോ. 6.18 എന്ന് എഴുതി. അടുത്തത് ഏത് വരും? ഇനി 6.2 6.2
എല്ലാം 2 തന്നെയാണ് വരുന്നത്. അപ്പം 2ന് ശേഷമുള്ള നമ്പറിൽ ഏറ്റവും ചെറുത് എടുത്ത് എഴുതാം. 6.20 ആണ് ചെറുത്. അപ്പോൾ 6.20. അടുത്തതോ വീണ്ടും ഒരു 6.20 കൂടെ ഉണ്ട്, അതും അങ്ങോട്ട് എഴുതിക്കോ. 6.20. അടുത്തതോ 6.21. പിന്നെ ലാസ്റ്റ് ആര് വരും? 6.25 വരും. കണ്ടോ? അപ്പം നമ്മൾ അതിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതി. തിരിച്ചെഴുതിയാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നല്ലേ? ടോട്ടൽ നമ്പേഴ്സിൻ്റെ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും എപ്പോഴും മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആകെ മൊത്തം എത്ര സംഖ്യകളുണ്ടോ അതിൻ്റെ നേരെ നടുവിൽ കിടക്കുന്ന സംഖ്യയായിരിക്കും നമ്മുടെ മീഡിയൻ. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 സംഖ്യയാണ്. 8 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. 8 പദങ്ങൾ വന്നാൽ നടുക്ക് കിടക്കുന്ന 2 പദങ്ങൾ നമ്മൾ എടുക്കണം കേട്ടോ. 8 വന്നു കഴിഞ്ഞാൽ 8നെ 2 ഹരിക്കുക. അപ്പം എത്ര വന്നു? 4 എന്ന് വന്നു. അപ്പം 4ാമത് കിടക്കുന്ന ടേമും 5ാമത് കിടക്കുന്ന ടേമും കൂടെ നമ്മൾ ഒരുമിച്ച് വേണം എടുക്കാൻ. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം വന്നത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് 7 പദങ്ങളെ ഉള്ളെങ്കിലോ 3 എണ്ണം അങ്ങോട്ടും 3 എണ്ണം ഇങ്ങോട്ടും നടുക്ക് കിടക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ 8 എണ്ണം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന 2 പേരെ ഒരുമിച്ച് വേണം എടുക്കാൻ. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നടുക്ക് കിടക്കുന്ന ടേം ഏതാന്ന് നോക്കിക്കേ. 4 ടേം ഇങ്ങോട്ടും ഉണ്ട്, 4 ടേം അപ്പുറത്തോട്ടും ഉണ്ട്. അപ്പം നടുക്ക് കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? 4ാമത്തെ 5ാമത്തെ നമ്പേഴ്സാണ് നടുക്ക് കിടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ടോട്ടൽ 8 എണ്ണം ഉണ്ട്. 8ന്റെ നേർ പകുതി എത്രയാ? 4. അപ്പം ഇവിടെ നിന്നും 4ാമത്തെ ആളെ എടുക്കണം, പുറകിൽ നിന്നും 4ാമത്തെ ആളെ എടുക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് 6.18 എടുക്കാം, 6.20 എടുക്കാം. അപ്പോൾ 6.18നെയും 6.20നെയും കൂടെ കൂട്ടുക, 2 ഹരിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അപ്പം നടുക്കുള്ള 2 പേരെ എടുത്താൽ അവരെ തമ്മിൽ കൂട്ടുക, 2 ഹരിക്കുക, നമ്മുടെ ഉത്തരം കിട്ടും. ഇതിപ്പോൾ കൂട്ടി ഹരിച്ചൊന്നും സമയം കളയണ്ട, എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 18ഉം 20ഉം, 18ന്റെ 20നെ നടുക്ക് വരുന്ന ആൾ ആരാ? 19 അല്ലേ? അതുതന്നെയായിരിക്കും ഉത്തരം കേട്ടോ. അപ്പം ആൻസർ എത്രയാണ്? 6.19. മനസ്സിലായോ? 25ന്റെ 27നെ നടുക്ക് കിടക്കുന്ന ആൾ ആരായിരിക്കും? 26 ആയിരിക്കും. അപ്പം നമുക്ക് 6.26 ആൻസർ കിട്ടിയേനെ. അപ്പം നമ്മൾ പറയുമ്പോൾ ഇതുപോലെ കൂട്ടി ചെയ്യണം എന്നൊക്കെ പറയും. ശരിക്കും അവരുടെ മിഡിലിൽ കിടക്കുന്ന ആളെ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി, നമ്മുടെ ഉത്തരം കിട്ടും. ഫൈൻ. ഇനി അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 6.19. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതുക, ഏറ്റവും നടുക്ക് കിടക്കുന്ന ആളെ എടുത്ത് അങ്ങോട്ട് എഴുതുക, അതായിരിക്കും നിങ്ങളുടെ ഉത്തരം. ഇനി നടുക്ക് 2 നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരുടെ മീഡിയൻ കണ്ടുപിടിക്കുക. അവരെ 2 പേരും കൂടെ കൂട്ടുക, 2 ഹരിക്കുക, അല്ലെങ്കിൽ അവരുടെ നേരെ നടുവിൽ വരുന്ന സംഖ്യ ഏതാണോ അതെടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി, നമ്മുടെ ആൻസറായി. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോഡിങ് ഡീകോഡിങ് എന്നുള്ള വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നേ. വൈറ്റ് എന്നതിനെ കോഡ് ചെയ്യുന്നത് JUVGR എന്നാണെങ്കിൽ ബ്ലാക്ക് എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, ഡബ്ല്യുവും ജെയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓപ്പോസിറ്റ് പെയർ ആണോ? അല്ല. എന്നാൽ എത്രയെങ്കിലും കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ, കുറച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ. അപ്പം ഡബ്ല്യുവും ജെയും, ഡബ്ല്യുവിന് ശേഷം ജെ എത്രാമതാണ് വരുന്നതെന്ന് എണ്ണി നോക്കുക കേട്ടോ. അപ്പം ഡബ്ല്യു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? XYZ ABCDEFGHIJ. 13ാമത്തെ ആളാണ് ആര്? ജെ എന്ന് പറയുന്നത്. അപ്പം ഡബ്ല്യുവിനോടൊപ്പം 13 കൂട്ടിയാൽ ജെ കിട്ടും. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് യു കിട്ടുന്നതെന്ന് ചെയ്ത് നോക്കണേ. എച്ചിനോടൊപ്പം 13 കൂട്ടിയാൽ യു കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ധാരണയായി. ഓരോ ആൽഫബറ്റിനോടും ഒപ്പം 13 കൂട്ടി പോയാൽ നമ്മുടെ ഉത്തരം കിട്ടും. ഐയുടെ കൂടെ 13 കൂട്ടിയാൽ ബി കിട്ടും. ബാക്കി അങ്ങോട്ട് ചെയ്ത് നോക്കണ്ട, അത് തന്നെ ആയിരിക്കും നമ്മുടെ ഫോർമാറ്റ്. അങ്ങനെയാണെങ്കിൽ ബിയോടൊപ്പം 13 കൂട്ടിയാൽ എത്ര വരും? O എന്ന് വരും. എല്ലിനോടൊപ്പം 13 കൂട്ടിക്കോ. എല്ലിന് ശേഷം MNOPQRSTUVWXY. അപ്പം എന്ത് വന്നു? Y എന്ന് വന്നു. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. OY എന്ന് തുടങ്ങുന്ന എത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? OY എന്ന് തുടങ്ങുന്ന നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചലോ അടുത്ത നോക്കാം. എയോടൊപ്പം 13 കൂട്ടിയാൽ N എന്ന് വരും. OY എന്നിൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? അതും നമുക്ക് 2 എണ്ണം ഉണ്ട്. അടുത്ത നോക്കാം. സിയോടൊപ്പം 13 കൂട്ടിയാൽ P എന്ന് വരും. കെയുടെ കൂടെ നമുക്ക് 13 കൂട്ടിയാൽ എത്ര വരും? X എന്ന് വരും. അപ്പോൾ OYNPX ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ ഏതാന്ന് നോക്കിക്കേ. OYNPX ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം.
അടുത്ത നമ്മുടെ ചോദ്യം നോക്കിക്കേ, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. കൂടുതൽ കുട്ടികളും ഈ ചോദ്യം തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ കാരണം പറഞ്ഞു തരാം. 1നും 50നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 2 മുതൽ 48 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം 50 നമ്മൾ അവിടെ എടുക്കാൻ പാടില്ല. 1 മുതൽ 50-നുള്ളിൽ വരുന്ന സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 തൊട്ട് 48 വരെ വരുന്ന ഇരട്ട സംഖ്യകൾ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, n × n+1 ആണ് അല്ലേ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. ഇപ്പം 2 മുതൽ 48 വരെ എത്ര ടേംസ് ഉണ്ട്? നമുക്കറിയാം 1 തൊട്ട് 50 വരെ 25 ഇരട്ട സംഖ്യകളും ഉണ്ട്, 25 ഒറ്റ സംഖ്യകളും ഉണ്ട്. ശരിയല്ലേ? 2, 4, 6, 8, 10. അപ്പം 10 വരെ എടുക്കുമ്പോൾ 5 ടേം വരും. അതുപോലെ 50 വരെ എടുക്കുമ്പോൾ എത്ര എണ്ണം വരും? 25 എണ്ണം വരും. ഇപ്പം 25 ഒറ്റ സംഖ്യകളും 25 ഇരട്ട സംഖ്യകളും കൂടെ ചേരുന്നതാണ് 1 തൊട്ട് 50 വരെയുള്ള സംഖ്യ. ഇനി 50 എന്ന് പറയുന്ന സംഖ്യ ഞാൻ അവിടെ എടുക്കുന്നില്ല. അപ്പം ടോട്ടൽ നമ്മൾ അവിടെ എത്ര ഈ ഇരട്ട സംഖ്യകളെ കുറിച്ചേ പഠിക്കുന്നുള്ളൂ? 24 ഇരട്ട സംഖ്യകളെ കുറിച്ചേ പഠിക്കുന്നുള്ളൂ. മനസ്സിലായോ? 1 മുതൽ 50 വരെ ആകെ 25 ഇരട്ട സംഖ്യ ഉണ്ട്. 25ാമത്തെ ഇരട്ട സംഖ്യയാണ് ഏത്? 50. നമ്മളിവിടെ 50 എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 1 കുറയ്ക്കണം. അപ്പം നമുക്ക് ആകെ ഉള്ള ടേംസ് എത്ര കിട്ടി? 24 എണ്ണം എന്ന് കിട്ടി. പെണ്ണിൻ്റെ വില 24 ഇൻറ്റു 24 1 25. 24 × 25 എത്ര വരും? 600 എന്ന് വരും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വന്നു? 600. പല കുട്ടികളും 1 മുതൽ 50 വരെ 25 സംഖ്യ എന്ന് എടുത്ത് കാണും. അപ്പോൾ 25 × 26 ചെയ്യുമ്പോൾ 650 എന്നാണ് ഉത്തരം കിട്ടുക. ഈ 650 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പം നെഗറ്റീവ് വരാനുള്ളൊരു സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണേ. 1 മുതൽ 50 വരെ 50ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്നൊരു ചോദ്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ അതനുസരിച്ച് വേണം എടുക്കാൻ. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം. അടുത്തത് കുറച്ച് കൺഫ്യൂസിങ് ആയ ഒരു ചോദ്യമായിരുന്നു. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താ? നീളം ഇൻറ്റു വീതി, L × B ആണ് അല്ലേ. ഇതാണ് നമ്മുടെ എന്ത്? ഏരിയ കാണാൻ, വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. ഇനി ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 2 × L+B ചെയ്യണം അല്ലേ. 2 × L+B ചെയ്താൽ നമുക്ക് ചുറ്റളവ് കിട്ടും. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ചുറ്റളവ് ഒരേപോലെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ അങ്ങ് എടുത്തോണം. ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ എൻ്റെ ചുറ്റളവ് ഇവിടെ എത്രയാണ്? 12 അങ്ങോട്ട് എടുക്കുക. ഏത് നമ്പർ വേണേലും എടുക്കാം കേട്ടോ. 12 10 എടുത്തോ, കുറച്ചും കൂടി എളുപ്പമാണല്ലോ ചിന്തിക്കാൻ. 10 എന്നെടുത്തു. ചുറ്റളവ് 10 കിട്ടണമെങ്കിൽ 2 × 5 അല്ലേ മക്കളെ 10 എന്ന് പറയുന്നത്. അപ്പം 5ൻ്റെ കൂടെ 2 ഗുണിച്ചാൽ എനിക്ക് 10 എന്ന് കിട്ടണം. അപ്പം ഈ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 5 എന്ന് കിട്ടണം. ശരിയല്ലേ? അപ്പം നമുക്ക് പോസിബിൾ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നീളം 2 ആവാം, വീതി 3 ആവാം. ശരിയല്ലേ? 2 + 3 5 എന്ന് കിട്ടാം. തിരിച്ചു എഴുതാവേ, ഒരു പ്രശ്നവും. അടുത്ത പോസിബിലിറ്റി എന്താ? 5 കിട്ടണമെങ്കിൽ 4നോടൊപ്പം 1 കൂട്ടിയാൽ 5 എന്ന് കിട്ടും. ശരിയല്ലേ? പിന്നുള്ള പോസിബിലിറ്റി എന്താ? 2.5-യോടൊപ്പം 2.5 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ല അല്ലേ. 4നോടൊപ്പം 1 കൂട്ടാം, 3നോടൊപ്പം 2 കൂട്ടാം, 2.5-യും 2.5-യും കൂടെ കൂട്ടാം. ഇത് മാറി മറിച്ചു ഇട്ട് കൊടുക്കാം. ഈ 3 പോസിബിലിറ്റി മാത്രമേ നമുക്ക് 5 എന്നുള്ള ഉത്തരം കിട്ടാനുള്ളൂ. ശരിയാണേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പം ലെങ്ത് 2ഉം ബ്രെഡ്ത്ത് 3ഉം ആണെങ്കിൽ ഏരിയ എത്ര വരും? L × B. 3 × 2 6 എന്ന് കിട്ടി. 4 × 1 4 എന്ന് കിട്ടി. 2.5 × 2.5 25 × 25 എത്രയാ? 625. ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു സംഖ്യ. അപ്പോൾ 2 സംഖ്യ വിട്ട് കുത്തിടണം. 6.25 എന്ന് കിട്ടി. ഇവിടെ ആർക്കാ ഏരിയ കൂടുതൽ? ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 6.25. ഇതാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന ഏരിയ. ഏറ്റവും ഉയർന്ന ഏരിയ കിട്ടിയത് എപ്പോഴാണ്? നീളവും വീതിയും തുല്യമായി എടുത്തപ്പോൾ. ശരിയല്ലേ? നീളവും വീതിയും തുല്യമായി എടുത്തപ്പോഴാണ് നമുക്ക് ഏറ്റവും ഉയർന്ന ഏരിയ കിട്ടിയത്. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്?
നീളവും വീതിയും തുല്യമാവുന്ന സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇതിന് പകരം നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്ത് ചെയ്താലും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ജനറൽ ചോദ്യങ്ങൾ വരുമ്പം കഴിവതും 1-2 എക്സാമ്പിൾ വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിക്കേ. സീരീസിൽ നിന്നുള്ള വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. 3നെ 8 ആക്കാൻ നമ്മൾ എത്ര കൂട്ടണം? 5 കൂട്ടണം. ശരിയല്ലേ? 8നെ 15 ആക്കാൻ എത്ര കൂട്ടണം? 8നെ 15 ആക്കണമെങ്കിൽ 7 കൂട്ടിയാൽ മതി. ഇനി 15നെ 24 ആക്കാൻ എത്ര കൂട്ടണം? 9 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ 5, 7, 9 അടുത്തത് ഏത് വരണം? 11 വരണം. ഒറ്റ സംഖ്യകളല്ലേ എല്ലാം വന്നേക്കുന്നേ. 24നോടൊപ്പം 11 കൂട്ടിക്കോ. 4 1 5, 2 1 3. നമ്മുടെ ഉത്തരം എത്ര വന്നു? 35 എന്ന് വന്നു. ഈ സീരീസിൽ നിന്നുള്ള ഏത് ചോദ്യം കിട്ടിയാലും ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ വ്യത്യാസങ്ങൾ കാണുക കേട്ടോ. വ്യത്യാസം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കിക്കേ. 125/8^2/3 ഇൻറ്റു 16/625/1/2. ഈ 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക എന്നാണ് അർത്ഥം. ഓക്കെ, 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക. 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് കാണുക. മനസ്സിലായോ? 1/2 സ്ക്വയർ റൂട്ട് കാണുക, 1/3 ക്യൂബ് റൂട്ട് കാണുക. അപ്പം ഇവിടെ ഒരു 1/2 കിടക്കുന്നുണ്ടോ? അപ്പം നമുക്കിതിൻ്റെ വർഗ്ഗമൂലം കാണാമല്ലോ. 16ന്റെ വർഗ്ഗമൂലം എത്രയാ? 16ന്റെ സ്ക്വയർ റൂട്ട്. ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് 16? അതാണ് ഈ വർഗ്ഗമൂലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം 4ന്റെ വർഗ്ഗമാണ് 16. ഉത്തരം 4 എന്ന് കിട്ടി. 625 ഏത് സംഖ്യയുടെ വർഗ്ഗമൂലമാണ് 625? തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടു അല്ലേ. 25ന്റെ സ്ക്വയർ ആണ് 625. അപ്പം അതേ 4/25 എന്ന് കിട്ടി. ഇനി ഇപ്പുറത്തെ വശം നമുക്ക് സോൾവ് ചെയ്യാലോ. ഇവിടെ 2/3 എന്നാ തന്നേക്കുന്നേ. അപ്പം എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം നമുക്കിതിനെ 1/3 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ എന്താ ബാക്കിയുള്ളേ? ഒരു 2 ബാക്കിയില്ല. 2നെ പുറത്തേക്ക് എഴുതാം. അതായത് 2/3 എന്ന് പറഞ്ഞാൽ 1/3 × 2 എന്ന് നമുക്ക് എഴുതിക്കൂടെ? അത്രേ ഉള്ളൂ. 1/3നെ അകത്തോട്ട് എഴുതി 2നെ എടുത്ത് ഞാൻ പുറത്തേക്ക് എഴുതി. 125ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? ഏത് സംഖ്യയെ 3 തവണ ഗുണിച്ചാൽ 125 കിട്ടും? നമ്മൾ ക്യൂബുകൾ പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. 1 മുതൽ 10 വരെയുള്ള ക്യൂബ് പഠിച്ചാൽ മതി. 125 5ന്റെ ക്യൂബാണ് 5 ഡിവൈഡഡ് ബൈ 8 ആരുടെ ക്യൂബാ? 2ന്റെ ക്യൂബാണ് 8. എല്ലാവരും ക്യൂബുകൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണേ. 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകളുടെ വാല്യൂ കാണാതെ അങ്ങ് പഠിച്ചോ. 1 മുതൽ 20 എങ്കിലും വരെയുള്ള വർഗ്ഗങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. 5/2 എന്ന് കിട്ടി. ഫൈൻ, കഴിഞ്ഞില്ല. പുറത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു സ്ക്വയർ കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമ്മളിതിനെ വീണ്ടും സ്ക്വയർ ചെയ്യണം. 5 × 5 25 ഡിവൈഡഡ് ബൈ 2 × 2 4 25/4 എന്ന് കിട്ടി. ഇൻറ്റു രണ്ടാമത്തേൻ്റെ വാല്യൂ എടുത്തങ്ങ് എഴുതിക്കോ. 4/25. വെട്ടിപ്പോവല്ലോ. അതേ ഈ 4ഉം പോയി 4ഉം പോയി 1 എന്ന് കിട്ടി. ഈ 25 പോയി 1 എന്ന് കിട്ടി. 1 × 1 എത്രയാ? 1. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 1 എന്ന് വന്നു. അടുത്ത ചോദ്യം. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അങ്ങനെയാണെങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധം. അവന്റെ അച്ഛൻ, അവൻ എന്ന് പറയുമ്പോൾ ആരാണ്? അനന്തു ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അനന്തു എന്ന് എഴുതി. അനന്തു ആണാണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സ്ക്വയർ വരയ്ക്കണം. അവന്റെ അച്ഛൻ, അച്ഛൻ എന്ന് പറയുമ്പോൾ വീണ്ടും പുരുഷനല്ലേ. അപ്പൊ നമുക്ക് സ്ക്വയർ വരയ്ക്കാം. അവന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അപ്പൊ അതേ മുത്തശ്ശി എവിടെ വരും? അച്ഛൻ്റെ മുകളിൽ വരും. സ്ത്രീ ആണെങ്കിൽ വട്ടം വരയ്ക്കണം, പുരുഷനാണെങ്കിൽ സ്ക്വയർ വരയ്ക്കണം. അപ്പൊ ഇതാണ് ആര്? മുത്തശ്ശി കേട്ടോ. ഞാൻ മുത്തശ്ശി എന്ന് എഴുതി. അപ്പൊ അവന്റെ അച്ഛൻ, അനന്തുവിന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ. ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് വേറെ മക്കളില്ല, ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ മുത്തശ്ശി ആവണമെങ്കിൽ അമൃത അനന്തുവിന്റെ ആരായിരിക്കണം? മുത്തശ്ശി എന്ന് പറയുന്നത് ആരെയാണ്? ഗ്രാൻഡ് പേരന്റ് ആണല്ലേ. അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മയാണ് മുത്തശ്ശി എന്ന് പറയുന്നത്. അപ്പൊ ഈ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകന്റെ മകനാണ് അനന്തു. അങ്ങനെയാണെങ്കിൽ അമൃതയും അനന്തുവും ആരാണ്? സഹോദരങ്ങളാണ്. ശരിയല്ലേ? ഈ അച്ഛന് 2 മക്കളുണ്ട്.
ഒരാളാണ് അനന്തു, മറ്റേയാളാണ് അമൃത. ഇപ്പം ശരിയായല്ലോ. അപ്പം അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അപ്പോൾ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, വേറെ മക്കളൊന്നും ഇല്ല. അപ്പം ഈ അച്ഛൻ്റെ 2 മക്കളിൽ ഒരാളാവാനേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? അമൃതയുടെ സഹോദരനാണ് ആര്? അനന്തു. കണ്ടോ? ഓൾറൈറ്റ്. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഏത് വന്നു? ഓപ്ഷൻ ഡി വന്നു. ലാസ്റ്റ് ചോദ്യം. തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോടും തുല്യമായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂക്കല 690732. ഓപ്ഷൻ സി ആണ് എക്സാക്ട്ലി സെയിം ആക്കി തന്നേക്കുന്നത് അല്ലേ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങ് മാച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് ചോദിച്ച 10 ചോദ്യങ്ങളിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളല്ലായിരുന്നോ? വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു. എക്സെപ്റ്റ് ആ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന ചോദ്യം എളുപ്പമായിരുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലുമൊക്കെ ആ ചോദ്യം കൊണ്ട് തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ചോദ്യം കുറച്ച് കുട്ടികളെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബാക്കിയെല്ലാം തന്നെ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എത്ര മാത്സ് ചോദ്യങ്ങൾ ശരിയായി ചെയ്യുവാൻ സാധിച്ചു എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.